ഹലോ ഗായ്സ്, വെൽക്കം ടു പി ഫോർ പീലി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ ഷേക്കാണ്. ആദ്യം ഓൺ വോയിസാണ് കൊടുത്തത്, പക്ഷേ പിന്നെ അത് മഴയൊക്കെ കാരണം പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു അവക്കാഡോ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 3 അവക്കാഡോ ഉണ്ടായിരുന്നു. ആ 3 അവക്കാഡോയിൽ ആകെ ഒരെണ്ണമാണ് നല്ലോണം കിട്ടിയത്. അത് തുറക്കുമ്പോൾ എല്ലാം ഈ അവസ്ഥയാണ്. പഴുക്കാൻ വച്ചിരുന്നത് എന്തിനാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നല്ല അവക്കാഡോ നോക്കി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. ഞാൻ സംഭവം കണ്ടപ്പോൾ എല്ലാം പച്ച, ഞാൻ ഇങ്ങനെ ഞെക്കിയൊക്കെ നോക്കിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് എടുത്തപ്പോൾ ആദ്യത്തേൻ്റെ കുറച്ച് കിട്ടി, ഇത് രണ്ടാമത്തേൻ്റെയും കുറച്ച് കിട്ടി, മൂന്നാമത്താണ് ഇത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് ആ 3 അവക്കാഡോയുടെയും പൾപ്പെടുത്ത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ശേഷം 10ൻ്റെ 2 ഡയറി മിൽക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറി മിൽക്ക് ഞാൻ ചേർത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർക്കാം. ഏത് ചോക്ലേറ്റാണോ ചേർക്കുന്നത് ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരും. എനിക്ക് ഡയറി മിൽക്ക് ഇഷ്ടമാവുകൊണ്ട് ഞാൻ ഡയറി മിൽക്ക് ചേർത്ത്. എന്നിട്ട് ഇത് മിൽക്ക് മെയ്ഡ് ചേർക്കുക, പഞ്ചസാര ചേർക്കുക, എന്നിട്ട് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ച് നല്ല വൃത്തിയായി അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കിടിലം അവക്കാഡോ ഷേക്ക് റെഡിയാവും. അപ്പോൾ ഞാൻ ദേ ഇവിടെ അടിച്ചെടുക്കാൻ പോവാണ്. ഈ ഗ്യാപ്പിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് മാത്രമല്ല, ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. ജസ്റ്റ് ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, പി ഫോർ പീലി. എന്നിട്ട് ഇത് എൻ്റെ കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ വാനില ഐസ്ക്രീം ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർത്തപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഐസ്ക്രീം ഇടാത്ത ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഡയറി മിൽക്കിൻ്റെ ആ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് ഞാൻ 3 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഐസ്ക്രീം എടുത്ത് മുകളിൽ വെച്ച്, കുറച്ച് ചോക്ലേറ്റും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് എടുത്ത് മുകളിൽ വെച്ചപ്പോഴത്തേക്കും ഗ്ലാസ് നിറഞ്ഞ് കവിഞ്ഞു തുടങ്ങി. എന്നിട്ട് ഞാൻ അത് കുടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരീക്ഷണങ്ങളാണ്, ഇതെല്ലാം പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അവക്കാഡോയിലായാലും ഡയറി മിൽക്ക് ചേർത്തൊന്നും അടിച്ച് ഷേക്ക് ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം വിജയിച്ചു. അതുകൊണ്ട് ഇതൊരു റെസിപ്പി ആക്കണമെന്ന് തോന്നിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ കൂടെ ഞെക്കണേ. അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്.